പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു മത്തി ഫ്രൈ ആണ്. എല്ലാവരും മത്തി ഫ്രൈ ഉണ്ടാക്കും. എന്നാൽ ഇവിടെ വരുന്നവരെ ഈ മത്തി ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ദിവസമെല്ലാം പറയും, അയ്യോ ഇവിടെ മത്തി ഫ്രൈ ചെയ്താൽ നിങ്ങളുടെ അറിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് കാണിക്കാനായിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് മത്തി, ഇതിവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കിട്ടിയ മത്തിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ അത്ര നല്ല മത്തിയല്ല, ജില്ലി കൂട്ടാച്ചുമായിരിക്കും. അതിപ്പോൾ ക്ലീൻ ചെയ്തെല്ലാം വൃത്തിയാക്കി വിനീഗറും ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി വെച്ച് ഞാൻ വൃത്തിയാക്കിയത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ്. ഇനി അതിലേക്ക് ഞാൻ മെയിനായിട്ട് ചേർക്കുന്ന ഇത്തിരി കുരുമുളക് പൊടി വേണം അത് എടുക്കുന്നത്. അത് കുരുമുളക് പൊടി, എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് കുരുമുളക് പൊടി നന്നായിട്ടിട്ടാൽ നല്ല എരിവുള്ള വൈറ്റ് പെപ്പറാണ്, ഏതെങ്കിലും ഇടാം. പിന്നെ അതിന് ഞാൻ ചേർക്കുന്നത് ഇതാണ് മെയിനായിട്ടുള്ള സാധനം. ഇത് പുളിയാണ്, വാളംപുളി. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കുതിർത്തി വെച്ചിരിക്കുന്നതായിരുന്നു, അത് കട്ടയായിട്ടിരിക്കുന്നു. അത് ആവശ്യത്തിനിട്ട് നല്ലതായിട്ട് അങ്ങ് തിരുമ്മി വയ്ക്കുക. ഇത് തിരുമ്മി നമുക്ക് കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് വറുത്തെടുക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാൻ ജിഞ്ചർ ഗാർലിക്കിന് നല്ല ഉപ്പുള്ളത് കൊണ്ട് അധികം ഉപ്പിടുന്നില്ല, അതിന് ഉപ്പുണ്ട്. അപ്പം ഇനി നമുക്കിത് തിരുമ്മി കുറച്ച് സമയം വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരല്പം കായപ്പൊടിയും കൂടെ ഇതിൽ ചേർക്കും കേട്ടോ. പുളിയും ചേർത്തു, അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നോടെ ഒന്ന് ഇളക്കിയിട്ട് ഇനി കുറച്ച് സമയം ഒന്ന് വെക്കാം അവിടെ. അപ്പോൾ ഇപ്പം നമ്മുടെ മത്തിയൊക്കെ ഒന്ന് തിരുമിയിരിക്കണേ. ആ സമയം കൊണ്ട് നമ്മുടെ ആത്മീയ ഭക്ഷണമായ ഇന്നത്തെ ദൈവവചനം എന്തെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കാം. 2 കൊരിന്ത്യർ 5:10 ഇപ്രകാരം പറയുന്നു, അവനവന് ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതായാലും തീയതായാലും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രാപിക്കാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ വെളിപ്പെടേണ്ടതാകുന്നു. എൻ്റെ പ്രിയരെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ ഹിതപ്രകാരമല്ല. നമ്മൾ പാപത്തിൻ്റെ വഴികളിലൊക്കെ സഞ്ചരിച്ചാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ് ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ന്യായവിധിക്ക് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടവരാണ്. അപ്പം നമ്മളെല്ലാവരും ക്രിസ്തുവിനെ അനുസരിച്ച് ക്രിസ്തുവിൻ്റെ പാതയിൽ കൂടി നടക്കുവാൻ തക്കവണ്ണം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു പാൻ ഇവിടെ അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വറക്കാനായിട്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പം ഇതിലേക്ക് ഞാൻ 2-3-4 വെളുത്തുള്ളി ഇങ്ങനെ തൊണ്ടോടുകൂടി കഴുകിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതും എണ്ണയിലേക്ക് ഇടണം. അപ്പം ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് കറിവേപ്പില ഇപ്പോൾ ഇവിടെ ഫ്രഷ് ഇല്ല, ഞാനിവിടെ വാട്ടി വെച്ചിരിക്കുന്നതാണ്. അത് അങ്ങിട്ട് കൊടുക്കാം. വെളുത്തുള്ളി അങ്ങിട്ട് കൊടുക്കാം. ഇവിടെ ഇടണം. എന്നിട്ട് മീനങ്ങ് ഇറക്കി വെച്ച് നമുക്ക് 2 സൈഡിൽ മുരിയിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വശമൊക്കെ ഒന്ന് മുരിഞ്ഞ് നമുക്കിതിങ്ങനെയെല്ലാം ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. 2 വശമൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും മത്തി കൂട്ടണം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ വീടുകളിൽ വറുക്കാൻ ഇഷ്ടമില്ല. അപ്പം മത്തി കൂട്ടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഇതേ രീതിയിൽ വറുത്താൽ വീടിനകത്ത് ഒരു മണവും കാണുകയില്ല. അപ്പം ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ നല്ല മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം അതും നല്ലൊരു ചോറ് ഇവിടെ ഉച്ചയ്ക്ക് ഉണ്ണണ സമയമാണ്. അപ്പം നല്ല സാമ്പാർ, മത്തി ഫ്രൈ നല്ലതാണ്. സാമ്പാർ ഉണ്ടാക്കുമ്പോഴെല്ലാം എനിക്ക് മത്തി ഫ്രൈ കൂട്ടണ ഇഷ്ടമാണ്. അപ്പോൾ ഇനി എല്ലാവരും മത്തി വീട്ടിൽ മണക്കാതെ തന്നെ ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. ഇനി വീണ്ടും നമ്മൾ
കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ വിസ്താരം അറിയിച്ചിറങ്ങിനടിയിൽ നമ്മെ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.